ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കഥ പറയാനാണ്. കഥയെന്ന് പറഞ്ഞാൽ അങ്ങനെ കാക്കയുടെയും പൂച്ചയുടെയും ഒന്നും കഥയല്ല, എൻ്റെ തന്നെ കഥയാട്ടാ. അതായത് ഒരു 1 ഇയർ ബാക്ക് എൻ്റെ ലൈഫിലുണ്ടായ കുറച്ച് കാര്യങ്ങളും അതിൻ്റെ റീസൺ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇതങ്ങനെ ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമൊന്നും അല്ല. സൂക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ ലൈഫിന് തന്നെ ആപത്താകുമായിരുന്ന ഒരു കാര്യം കേട്ടോ. അതായത് ചിലപ്പോൾ നമ്മുടെ ലൈഫ് തന്നെ നഷ്ടപ്പെട്ടു പോകാവുന്ന അങ്ങനത്തെ ഒരു സംഭവമാട്ടോ ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് പേരൊക്കെ ഈ ഒരു കാര്യമായിട്ട് ഫെമിലിയർ ആയിരിക്കും, നല്ലോണം അറിയായിരിക്കും. പക്ഷേ എന്നെ പോലെ അറിയാതെ ഇതും കൊണ്ട് നടന്നിട്ടുള്ള കുറേ ആളുകൾ ഉണ്ടാവും. സ്റ്റിൽ നിങ്ങൾ എന്താ പറയുക, ഈ ഒരു വീഡിയോ കാണുമ്പോഴായിരിക്കും ചിലർക്കൊക്കെ മനസ്സിലാവുന്നത് കേട്ടോ, അയ്യോ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ എന്നറിയാണ്ട് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും. സോ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ കാര്യം കേട്ടിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടോ. നമുക്കറിയാമല്ലോ, ബാക്കിയുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ എന്താ, നമുക്ക് വീഡിയോയിലോട്ട് പോവാവേ. സോ ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 1 ഇയർ ബാക്കാണ്, ഞാൻ പറഞ്ഞല്ലോ. അതായത് ഞാനിവിടെ ജോലിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കണ ഒരു സമയം ഉണ്ടല്ലോ. അതായത് എന്താ പറയുക, മൊത്തത്തിൽ ഒരു അത്ര നല്ല സുഖമുള്ളൊരു സമയമൊന്നും ആയിരുന്നില്ല. എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ല, ജോലിയൊന്നും റെഡി ആവണില്ല, അങ്ങനത്തെ ഒരു സമയമായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കന്ന് മൊത്തത്തിൽ ഞാനൊരു ഡൗൺ ആയിട്ടുള്ള ഒരവസ്ഥയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് എപ്പോഴും ക്ഷീണം കേട്ടോ. എപ്പോഴും ക്ഷീണം മീൻസ് എപ്പോഴും ഇങ്ങനെ കിടക്കണം, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, അങ്ങനെ ഒരു ഇതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പൊതുവെ ഒരു മടിച്ചി എന്നുള്ള ലേബൽ എനിക്കുള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും ക്ഷീണം തോന്നിക്കഴിഞ്ഞാൽ സ്വയം വിചാരിക്കും മടിയായിരിക്കും, അങ്ങനെ വിചാരിക്കുള്ളൂ കേട്ടോ. ഇപ്പോൾ അഫിടുത്ത് പറഞ്ഞാൽ അഫി പറയും മടിയാണ്, വെറുതെ അങ്ങനെ പറയുള്ളൂ. കാരണം ഞാൻ പൊതുവേ മടിച്ചിയാണ് എന്നുള്ള ഒരു സംഭവം ഞാൻ പണ്ടേ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് മടിയൊക്കെ ഉണ്ട്, സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ ഒരു കാര്യം വന്നപ്പം എനിക്കിങ്ങനെ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. അതായത് ഫുഡ് ഉണ്ടാക്കാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ വീട്ടിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു തരം മടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ചെയ്യണം കേട്ടോ ഇതൊക്കെ, എന്നാലും ഇങ്ങനെ നമുക്ക് ഒരു മടി പറ്റണില്ല എന്നുള്ളൊരു തോന്നലൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഒരു സമയം ഉണ്ടായിരുന്നു കേട്ടോ. ചില സമയത്ത് ഫുഡ് കഴിക്കാൻ തന്നെ മടി തോന്നും കേട്ടോ. ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കാനുള്ളൊരു മടിയുണ്ട്, അതുമാത്രമല്ല ചിലപ്പോൾ ഫുഡ് ഓൾറെഡി ഇരിപ്പുണ്ടെങ്കിൽ തന്നെ അതെടുത്ത് അങ്ങോട്ട് കഴിക്കാൻ തന്നെ ഒരു മടിയാട്ടോ. പക്ഷേ ഈ പറയണതൊന്നും ശരീരത്തിൽ കാണുന്നില്ല. അതായത് ഞാനങ്ങനെ ഭയങ്കരമായിട്ട് മെലിഞ്ഞു പോവോ അങ്ങനൊന്നുമില്ല. എനിക്കിങ്ങനെ സ്വയം തോന്നുന്നുണ്ട് ഞാൻ തടി വെക്കുന്നുണ്ടോ എന്നുള്ള ഒരു തോന്നി തുടങ്ങിയ ഒരു സമയം കൂടെ ആയിരുന്നു കേട്ടോ അത്. അതിൻ്റെ കൂട്ടത്തിൽ നല്ല ഹെയർ ഫോളും. അതായത് വീട് ഫുള്ളിങ്ങനെ എൻ്റെ മുടി തന്നെ ആട്ടോ. എനിക്ക് തൂക്കാനും തുടയ്ക്കാനും നിന്ന് കഴിഞ്ഞാൽ എൻ്റെ മുടി പറക്കാൻ മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. അഫിയുടെ വായിന്ന് അതിൻ്റെ കുറേ ചീത്തയും കേൾക്കാറുണ്ട്. കാരണം എവിടെ നോക്കിയാലും നിൻ്റെ ഈ മുടി തന്നെ ഉള്ളോ എന്ന് ചോദിക്കും. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല, കാരണം എനിക്കിപ്പോൾ മുടി വെട്ടിക്കളയാൻ പറ്റില്ലല്ലോ. എങ്ങനെയൊക്കെ കെട്ടി വെച്ചാലും എങ്ങനെയൊക്കെ ആണാവും, മുടിയൊക്കെ ഇങ്ങനെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും. സോ അങ്ങനത്തെ ഒരു സമയമൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഇങ്ങനെ 2-3 ഹെയറൊക്കെ ഇങ്ങനെ ഗ്രേ ഹെയറൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പണ്ടോട്ടേ ഇങ്ങനെ ഭാഗ്യനരയാന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടക്കുമല്ലോ, അങ്ങനത്തെ ഹെയർ ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഇങ്ങനെ 2-3 സ്ഥലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ ഹെയറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു സംഭവം. എനിക്ക് മൊത്തത്തിലൊരു സുഖമില്ല, പക്ഷേ എന്താണെന്ന് മനസ്സിലാവുന്നില്ല, അങ്ങനെയായിരുന്നേ. അപ്പോൾ എനിക്ക് ഓൾറെഡി തൈറോയിഡിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പോയിട്ട് തൈറോയിഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം തൈറോയിഡിൻ്റെ ഓൾമോസ്റ്റ് ഈ സിംറ്റംസ് ഒക്കെ തൈറോയിഡിന് ഉണ്ടാവും. തൈറോയിഡ് കൂടുതലാണെങ്കിൽ നമുക്ക് ടയർഡ്നെസ് ഉണ്ടാവും, ഹെയർ ലോസ് ഉണ്ടാവും, അപ്പോൾ വണ്ണം വെക്കും, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ തൈറോയിഡ് കൂടുതലാണ് എന്ന് പറഞ്ഞു പോയി തൈറോയിഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ തൈറോയിഡ് നോർമലായി. അപ്പോൾ പിന്നെ ഞാൻ ആലോചിക്കണേ, എൻ്റെ മനസ്സിൻ്റെ പ്രശ്നമാണോ? എനിക്കപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ല, പിന്നെ എന്താ ഇങ്ങനെ? എനിക്കത് എന്താ പറയുക, ക്ഷീണം മനസ്സിൻ്റെ ആണ് എന്ന് വിശ്വസിക്കാനും പറ്റണില്ല. എന്നാൽ എനിക്ക് നല്ല ക്ഷീണമുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നാൾ മുന്നോട്ട് പോയി. അപ്പോൾ നാട്ടിൽ പോകാനുള്ള സമയമൊക്കെ ആയിട്ടോ. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ നിന്നൊക്കെ കളിക്കുമ്പോൾ ഉമ്മച്ചൊക്കെ ചോദിക്കുന്നുണ്ട്, മുഖമൊക്കെ ആകെ വെള്ളറിക്കാണ്, ബ്ലഡൊന്നും ഇല്ലാന്ന് തോന്നുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ തുറന്നു നോക്കുമ്പോൾ കണ്ണ് നോക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ, ബ്ലഡ് ഉണ്ടല്ലോ എന്നൊക്കെ തോന്നും.
അങ്ങനെ. അപ്പോൾ എനിക്ക് പിന്നെ അങ്ങനെ ബ്ലഡ് കുറയണ ഇഷ്യൂസ് ഒന്നും എനിക്ക് അങ്ങനെ ഉണ്ടാവാറും ഇല്ല കേട്ടോ. നാട്ടിൽ ഉള്ളപ്പോൾ എനിക്ക് തോന്നുന്നു ആകെ പ്രഗ്നൻസി ടൈമിൽ മാത്രം എങ്ങാണ്ടാണ് ഒരു 10 വരെ എങ്ങാണ്ട് HP പോയിട്ടുള്ളത്. അല്ലാണ്ട് എനിക്ക് അത് കഴിഞ്ഞപ്പോൾ അത് റെഡി ആവുകയും ചെയ്തു. അല്ലാണ്ട് അങ്ങനെ ഒരു ബ്ലഡ് കൗണ്ട് കുറയണം അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും എനിക്ക് ഉണ്ടാവാറില്ല. അപ്പോൾ ആ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ. ബ്ലഡ് ഒന്നും കുറയില്ല, പിന്നെ ബ്ലഡ് കുറയാൻ പോകുന്നത് എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ നാട്ടിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓർത്ത് എന്തായാലും ഒന്ന് ജസ്റ്റ് ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കുറേ ആയിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടോ ഒന്ന് HP ഒന്ന് നോക്കണമെന്നേ. അങ്ങനെ പോയിട്ട് HP ടെസ്റ്റ് ചെയ്തപ്പോഴല്ലേ ഇതാ കിടക്കുന്നത്. HP കൗണ്ട് എന്ന് പറയുന്നത് 8 ആയിരുന്നേ. അപ്പോൾ ആകെ പേടിച്ചു പോയിട്ടോ. കാരണം ഇതെങ്ങനെ 8 ആയി? കാരണം എൻ്റെ ലൈഫിൽ അങ്ങനെ 8 എന്നുള്ള ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നമുക്ക് HP എന്ന് പറയുന്നത് ഒരു 12-13 ഒക്കെയാണ് വേണ്ടത്. ഒരു 6ൻ്റെ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ സംഭവം ഭയങ്കര ക്രിട്ടിക്കലാവും. പിന്നെ നമുക്ക് ബ്ലഡൊക്കെ കയറ്റേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ എത്തും കേട്ടോ. 7ൻ്റെ താഴെ പോയാൽ തന്നെ നല്ല സീരിയസ് ആണ്. അപ്പോൾ 8ൽ നിൽക്കണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഇങ്ങനെ സംഭവിച്ചു? ഇനിയിപ്പോൾ ഉമ്മച്ചയൊക്കെ പറഞ്ഞ് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാനായിട്ടാണ്, അവൾ നല്ലതൊന്നും കഴിക്കൂല അങ്ങനെയൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്കൊരു സംഭവം മനസ്സിലായത്. അതായത് എനിക്ക് ഒരു ശീലം ഉണ്ടായിരുന്നേ. അതായത് പണ്ട് തൊട്ടേ ഉള്ള ഒരു ശീലം കേട്ടോ. പെട്ടെന്ന് തുടങ്ങിയൊന്നുമല്ല. എനിക്ക് വളരെ ചെറുപ്പം തൊട്ടേ അരി കാണുമ്പം കഴിക്കാൻ തോന്നും കേട്ടോ. അങ്ങനത്തെ ഒരു ശീലം എനിക്കുണ്ട്. അതിപ്പോൾ വീട്ടിൽ ഉമ്മച്ചി കിച്ചണിൽ ഇങ്ങനെ അരി കഴുകണ കാണുമ്പോൾ ഞാൻ എവിടെ ആണെങ്കിലും ഞാനത് കണ്ടിട്ടുണ്ടെങ്കിൽ ഓടിപ്പോയി ഒരു പിടി വാരി കഴിക്കും. അതെനിക്ക് പണ്ടേ ഉള്ള കേട്ടോ. അപ്പോൾ അതിങ്ങനെ വീട്ടിൽ പിത്തം വരും എന്നൊക്കെ പറയാം. അപ്പോൾ എന്താണ് പിത്തം എന്ന് പോലും അറിയില്ല. അപ്പോൾ അതിങ്ങനെ വാരി തിന്നായിരുന്നു എനിക്ക്. അത് മാത്രമല്ല, ഇങ്ങനെ ഗുണമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തിന്നാനുള്ള ഒരു ടെൻഡൻസി എനിക്ക് പണ്ടേ ഉണ്ട്. ഇപ്പോൾ അരിയാണ് മെയിൻ കേട്ടോ. അരി ഇങ്ങനെ വറുത്ത് പൊടിച്ചൊക്കെ ഇങ്ങനെ മില്ലിൽ നിന്ന് കൊണ്ട് വെക്കില്ലേ, നല്ല ചൂടരി ഇങ്ങനെ ചൂടരിപ്പൊടിയൊക്കെ വറുത്ത് വെച്ചേക്കണ കാണുമ്പോൾ അതൊക്കെ എടുത്ത് തിന്നാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് അതിൻ്റെ ഒരു മണമാണെങ്കിലും ഞാനിങ്ങനെ അത് വെറുതെ വാരി തിന്നും അങ്ങനെ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്വഭാവമൊക്കെ എനിക്ക് പണ്ടേ ഉണ്ട് കേട്ടോ. പക്ഷേ നാട്ടിൽ വെച്ചിട്ട് ഇപ്പോൾ വീട്ടിലാണെങ്കിലും അഫിയുടെ വീട്ടിലാണെങ്കിലും ചോറിന് അരി ഇടുന്ന പരിപാടിയൊന്നും എനിക്കില്ല കേട്ടോ. ആകെ വല്ല മന്തി ഉണ്ടാക്കാനോ ബിരിയാണി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് വല്ലതും ഞാൻ കയറി. അല്ലാണ്ട് ഞാനങ്ങനെ അരി കഴുകി ദിവസം ചോറ് വെക്കണം അങ്ങനത്തെ ഒരാളൊന്നും അല്ല കേട്ടോ. പക്ഷെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പം ഇതൊക്കെ എൻ്റെ കയ്യിലായില്ലേ. ഞാൻ തന്നെ ദിവസം അരി കഴുകൽ, ഞാൻ തന്നെ ചോറ് വെക്കൽ, അതൊക്കെ ആയപ്പോൾ എന്നും ഈ ഒരു അരിയുമായിട്ട് ബന്ധം വന്നു തുടങ്ങിയോടുകൂടി ഞാൻ ഡെയിലി അരി കഴുകുമ്പോൾ ഒരു പിടി അരി ഞാൻ തിന്നാറുണ്ടായേ. അപ്പോൾ ഇതങ്ങനെ ഒരു പ്രശ്നമാണ് എന്നൊന്നും എൻ്റെ മനസ്സിലില്ല കേട്ടോ. ഞാനത് ദിവസം ചെയ്യുന്ന ഒരു കാര്യം. ഞാൻ എപ്പോഴും അരി കഴുകും. ഇപ്പോൾ 2 നേരം അരി വയ്ക്കുകയാണെങ്കിൽ 2 നേരം തിന്നും. അങ്ങനെ ഒരുപാട് ഇങ്ങനെ വാരി തിന്നാന്നല്ല, ജസ്റ്റ് ഒരു പിടി അരി ഞാനെടുത്ത് വാലിടും. അതിങ്ങനെ ചവച്ച് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിങ്ങനെ ഭയങ്കര കട്ടിയല്ലേ, അതിങ്ങനെ ചവച്ചിരിക്കുകയാണ് നല്ല രസമാണ്. ഞാനതിങ്ങനെ ചവച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം ഞാൻ ആ സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഒരു സാരി കഴുകിയപ്പോൾ ഞാൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതേപോലെ ശീല ആർക്കെങ്കിലുണ്ടോയെന്ന്. അപ്പോൾ കുറേ പേര് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു പോൾ ഇട്ടിട്ട് അതിലൊരു 50% വരും ഉണ്ട് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തു. കുറേ പേര് ഇല്ല എന്നും പറഞ്ഞ് കമൻറ്റ് ചെയ്തു. അപ്പോൾ അന്ന് ഇങ്ങനെ ആരൊക്കെയോ പറഞ്ഞ് എനിക്ക് പിന്നെ ആലോചിച്ചപ്പോൾ ഓർമ്മ വന്നിട്ടോ. അതായത് അരി ഇങ്ങനെ കഴിച്ചാൽ അനീമിയ ഉണ്ടാവും എന്ന് പറയുണ്ടായി. അപ്പോൾ ഞാൻ പക്ഷെ അതൊന്നും വലിയ സീരിയസ് ആക്കി എടുത്തില്ല. കാരണം ഞാനങ്ങനെ ഒരുപാട് കഴിക്കണില്ലല്ലോ, ഞാൻ ജസ്റ്റ് ഒരു പിടി അരിയല്ലേ കഴിക്കുന്നുള്ളൂ. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അനീമിയ ഉണ്ടാവും എന്നല്ല, അനീമിയ ഉണ്ടാവും, അതുകൊണ്ടാണ് അരി കഴിക്കുന്നത്. അപ്പം എൻ്റെ ഓവർ കോൺഫിഡൻസ് ആണല്ലോ, എനിക്കങ്ങനെ ബ്ലഡ് കുറയില്ല, എനിക്കങ്ങനെ ബ്ലഡ് കുറയാത്ത ആളാണ് ഞാൻ എന്നൊക്കെയുള്ള എന്തോ ഒരു ഓവർ കോൺഫിഡൻസ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ പറഞ്ഞു വന്നത്, ഞാനിങ്ങനെ ഒരു അരി തിന്നുന്ന ശീലം എനിക്കങ്ങനെ കൂടുതലായിട്ട് ഡെവലപ്പായി. നാട്ടിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു ദിവസം, അതാണ് വീട്ടിൽ ഇങ്ങനെ ഭിത്തിയിലൊരു സംഭവം ഉണ്ടായിട്ടോ. അപ്പോൾ അതിലിങ്ങനെ അരി ഇട്ടിട്ട് ഒരു ഗ്ലാസ് പാത്രം പോലെ അതിനകത്ത് അരി ഇട്ട് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കിങ്ങനെ അതിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ അരി തിന്നാൻ തോന്നും കേട്ടോ. അപ്പോൾ നാട്ടിൽ പോയിട്ട് ശരിക്കും ഞാൻ അരി തിന്നിട്ടേ ഇല്ല, കാരണം കുക്ക് ചെയ്യണില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് അരി അതിൽ നിന്ന് എടുത്തിട്ട് പോയിട്ട് കഴുകിയിട്ട് അവിടെ നിന്ന് തിന്നട്ടോ. അപ്പോൾ ഉമ്മച്ചി അന്ന് കുറേ ഇങ്ങനെ പറഞ്ഞു, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മോളെ, ഇങ്ങനെയൊക്കെ കഴിക്കുമോ എന്നൊക്കെ ഇങ്ങനെ. പക്ഷെ ഉമ്മച്ചിക്കും ഒന്നും അറിയില്ല കേട്ടോ ഇത് ഇത്ര വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത്. പക്ഷേ ഈ അരിയായിരുന്നു കേട്ടോ മെയിൻ വില്ലൻ.
ഈ അരി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഇതൊക്കെ ഞാൻ വളരെ വൈകിയാട്ടോ മനസ്സിലാക്കിയത്. അരി കഴിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് അനീമിക് ആവും, നമ്മുടെ വയറിന് ഡൈജഷൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഹെയർ ലോസ് ഉണ്ടാവും, നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു തിളക്കം നഷ്ടപ്പെടും, പിന്നെന്താണ് അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. അരി കഴിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ പ്രശ്നമായിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു അരി. അപ്പോൾ എന്താ പറയുക, ഞാൻ അത് കഴിഞ്ഞ് വീഡിയോസ് കണ്ടപ്പോഴാണ് അതിനെ പറ്റിയിട്ട് വീഡിയോസൊക്കെ യൂട്യൂബിലുണ്ട്. പക്ഷേ ഇതൊന്നും ഞാൻ മുന്നേ കണ്ടിട്ടില്ല കേട്ടോ. മുന്നേ കണ്ടിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു പക്ഷേ അപ്പോൾ ഇതൊക്കെ ഒന്ന് കുറച്ചൊന്ന് ടെസ്റ്റ് ചെയ്യാനൊക്കെ നോക്കിയാണ്. പക്ഷേ ഞാനത് കണ്ടത് വളരെ വൈകിപ്പോയി. എനിക്ക് മാത്രമല്ല കേട്ടോ, ഇത് ഒരുപാട് പേർക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണുന്നവരോടൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ കുറേ പേർക്ക് ഈ ഒരു പ്രശ്നമുണ്ട്, അവരറിയാണ്ട് അരി കഴിക്കുന്നുണ്ട്. അങ്ങനെ കുറേ പേരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തത്. കാരണം ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇതേപോലെ എന്നെപ്പോലെ ഒന്നും അറിയാണ്ട് അരി തിന്നുകൊണ്ടിരിക്കേണ്ട ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് അവർക്കൊക്കെ പ്രയോജനപ്പെടുകയാണെങ്കിൽ അത് വളരെ വലിയൊരു കാര്യം തന്നെ കേട്ടോ. നിങ്ങളിപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്തോളാം. അരി പച്ചയ്ക്ക് കഴിക്കാനേ പാടില്ല. അത് ഭയങ്കര അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, തലയിൽ ഇങ്ങനെ 2-3 ഗ്രേ ഹെയർ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനതൊന്നും വലിയ കാര്യമാക്കിയിട്ടുണ്ടായില്ല. പക്ഷെ നാട്ടിൽ പോയിട്ട് ഉമ്മച്ചി ഇങ്ങനെ തലയിൽ എണ്ണ വെച്ച് തന്ന സമയത്ത് ഇപ്രാവശ്യം പോയപ്പാട്ടോ ഉമ്മച്ചി എണ്ണ വെച്ച് തന്നപ്പോൾ ഉമ്മച്ചി വന്ന് മോളെ ഇവിടെയൊക്കെ നരച്ച മുടി ഉണ്ടല്ലോ എന്ന്. അപ്പോൾ എനിക്ക് ആകെ സങ്കടമായിട്ടാണ്. കാരണം എൻ്റെ മുടി അങ്ങനെ നരക്കില്ല എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. അതായത് ഉമ്മച്ചിയുടെ മുടി നരയ്ക്കാറില്ല. ഉമ്മച്ചിയുടെ മുടിയൊക്കെ ഇപ്പോഴും അങ്ങനെ നരച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഉമ്മച്ചിയുടെ അമ്മയുടെ ആണെങ്കിലൊക്കെ മുടി നരയ്ക്കലൊക്കെ ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ എൻ്റെതും അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു ടെക്സ്ചറാണ് എൻ്റെ ഹെയറിനുള്ളത്. അപ്പോൾ എൻ്റെ മുടി നരക്കില്ല എന്നുള്ളൊരു അമിത വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മച്ചിയും പറഞ്ഞ് ഇവിടുത്തെ വെള്ളത്തിൻ്റെ ആയിരിക്കും, മീൻസ് ശ്രദ്ധിക്കാനായിട്ടായിരിക്കും എന്നൊക്കെ പറയുണ്ടായേ. പക്ഷെ അതും ഈ ഒരു പ്രശ്നത്തിന് തന്നെ ആട്ടോ. നമുക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രേ ആവും എന്നുള്ളൊരു കാര്യം ഉള്ളതാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഇതുപോലത്തെ ഒരു ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇതുവരെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ചിലപ്പോൾ എല്ലാവർക്കും പ്രശ്നം ഉണ്ടാവണം എന്നില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പണ്ട് അങ്ങനെ ഞാൻ വല്ലപ്പോഴും ഒക്കെ കഴിച്ചിരുന്നപ്പോൾ എനിക്ക് അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഉണ്ടായില്ല. ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി ആയി തുടങ്ങിയപ്പോഴാണ് ഈ ഒരു പ്രശ്നം വന്ന് തുടങ്ങിയത് കേട്ടോ. അപ്പം ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് അനീമിയ ഉണ്ടെങ്കിൽ ഇതുപോലെ അരി തിന്നാനുള്ള ടെൻഡൻസി ഉണ്ടാവും എന്നാട്ടോ ഡോക്ടർ പറഞ്ഞത്. പക്ഷെ എൻ്റെ കാര്യം വെച്ചിട്ട് ഞാൻ പറയാണ്, എനിക്കങ്ങനെ എന്താ പറയുക, അനീമിയ ഉള്ള ഒരാളായിരുന്നില്ല ഞാൻ. എനിക്ക് പണ്ടൊക്കെ എൻ്റെ HP കൗണ്ടൊക്കെ നല്ല നോർമലായിട്ട് എന്താ പറയുക ആവശ്യത്തിന് ബ്ലഡൊക്കെ ഉള്ള ഒരാളായിരുന്നു. എനിക്കതിങ്ങനെ കുറഞ്ഞു എന്നുണ്ടെങ്കിൽ അത് ഞാനായിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കി വെച്ചതാണെന്ന് വേണം കേട്ടോ പറയാനും. ഞാനിങ്ങനെ അരി തിന്ന് ആവശ്യമില്ലാണ്ട് അതൊരു ശീലമാക്കിയെടുത്ത് അങ്ങനെ ആക്കിയെടുത്തതാണ് ഈ ഒരു പ്രശ്നം. അല്ലാണ്ട് എനിക്ക് പണ്ട് തൊട്ടേ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉള്ള ഒരാളല്ല ഞാൻ. സോ ഈ ഒരു ശീലം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്തോളാം. കാരണം അത്രയ്ക്ക് അപകടം പിടിച്ചൊരു കാര്യം കേട്ടോ അത്. വെറുതെ അതിങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് നമ്മുടെ ഹെൽത്തിന് തന്നെ ആപത്തുണ്ടാക്കി വെക്കണ്ട. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കണു. സോ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും അനുഭവങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഞാനും ഇതുപോലെ കുറച്ച് വീഡിയോസിൻ്റെ താഴത്തെ കമൻസ് ഒക്കെ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എന്താ ഇൻസ്റ്റാഗ്രാമിലും കൂടെ ഒന്ന് ഫോളോ ചെയ്തോട്ടാം. അത്രയേ ഉള്ളൂ. നമുക്കപ്പോൾ ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.